പ്രതിയുടെ അന്നേരത്തെ വസ്ത്രങ്ങൾ കണ്ടെടുക്കാൻ കഴിയുമോ? അവിടെയൊക്കെയാണ് ഫോറൻസിക് മെഡിക്കൽ എവിഡൻസ് കുട്ടിയുടെ ബ്ലഡിൻ്റെ അതുമായിട്ടുള്ള അയാളുടെ സ്രവങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്നും ഇനി കിട്ടാനുള്ള സാധ്യത വളരെ വിരളമായിട്ട് തോന്നുന്നുണ്ട്. എങ്കിലും ആ വീടുകളിലെ കൂടുതൽ തുണികളും ആ പ്രതിയുടെയും കൊച്ചിൻ്റെയും പരിശോധിച്ചാൽ തീർച്ചയായിട്ടും മുഴുവൻ തുണികളും പരിശോധിച്ചാൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള ഫോറൻസിക് എവിഡൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ DNA ഫിംഗർ പ്രിൻറ്റിങ്ങും എടുക്കാൻ കഴിയും. അങ്ങനെയാണ് പ്രതിയെ ഫിക്സ് ചെയ്യാം. കാരണം വേറെ കണ്ട സാക്ഷികൾ ആരും ഉണ്ടാവില്ല. ഇതിന് എവിഡൻസ് കൊണ്ടുവരാൻ ഡയറക്റ്റ് എവിഡൻസ് അതാണ്. മർഡർ കേസിനകത്തും അത് തന്നെയാണ്. അമ്മ ആണ് കൊന്നതെന്ന് സ്ഥാപിക്കണമെന്നുള്ള സർക്കംസ്റ്റാൻഷ്യൽ സാഹചര്യ തെളിവ് എവിഡൻസാണ് അതിലും വേണ്ടത്. പക്ഷേ CCTV ദൃശ്യത്തിൽ നിന്ന് അമ്മ കുട്ടിയെ കൊണ്ട് പോകുന്നതും അവസാനം അവിടെ എറിയുന്ന കണ്ടില്ലെങ്കിലും ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചു പോകുന്നത്, കുട്ടി ഇല്ലാതെ പോകുന്നതും കണ്ടു. കുട്ടിയെ അമ്മയെ ഒന്നിച്ച് കണ്ടത് ആലുവാപ്പുഴയിൽ കാണുകയും ചെയ്തു. അതിൽ നമുക്കൊരു പ്രിസംഷൻ കൃത്യമാണ്. എങ്ങനെയാണ് കുട്ടി നഷ്ടപ്പെട്ടതെന്ന് അവർ പറയാൻ ബാധ്യസ്ഥരാണ്. അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെയുള്ള സ്ഥലത്ത് നോക്കിയപ്പോഴാണ് കൊച്ചിൻ്റെ മൃതദേഹം കിട്ടിയത്. അതുകൊണ്ട് അവരുടെ കേസ് പോലീസിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ഡിജിറ്റൽ എവിഡൻസ് കൃത്യമാണ്. അത് ആ ഡിജിറ്റൽ എവിഡൻസ് ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് കോടതി സ്വീകരിക്കും. ഒരാൾ മൊഴി പറയുന്നതിന് അതേ വാല്യൂ, അതേ അർത്ഥം, അതേ എവിഡൻഷ്യറി വാല്യൂ കോടതി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കേസിനകത്ത് 2 വ്യത്യസ്തമായ കേസുകളാണ്, 2 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ. അതാണ് ഈ കേസിൻ്റെ സ്വഭാവം നോക്കിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്.